Hello friends, assalamu alaikum. Welcome back to our channel. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നൂഡിൽസ് ബേലാണ്. അപ്പോൾ പേര് കേട്ടിട്ട് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതെന്താ സംഭവം എന്ന്. അപ്പോൾ നമ്മുടെ ബേൽപൂരി ഉണ്ടല്ലോ അത് നമ്മൾ നൂഡിൽസ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ പേര് നൂഡിൽസ് ബേൽ എന്നായതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും നൂഡിൽസ് വേണം. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. മാഗിയോ ഇൻഡോമിയോ എന്താണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാൻ ഇതുപോലെ കുഞ്ഞിതാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു പകുതി തക്കാളി മതി, അല്ലെങ്കിൽ ഒരു കുഞ്ഞി തക്കാളി എടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാള ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു സവാള കുഞ്ഞിതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ചാറ്റ് മസാലയും വേണം. ചാറ്റ് മസാല ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. പിന്നെ ചെറിയൊരു പുളിരസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് മതിയാവും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇത്രയാണ് നൂഡിൽസ് ബേൽ റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് വലിയ പണിയൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വയ്ക്കുക. എന്നിട്ട് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അപ്പോൾ ആ ഒരു നൂഡിൽസ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള എണ്ണ മതി. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആ നൂഡിൽസ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒന്നില്ലെങ്കിൽ ഒരു ബൗളിലിട്ടിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് പിടിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പാക്കറ്റിൽ തന്നെ നമുക്ക് ക്രഷ് ആക്കി കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത നൂഡിൽസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ നന്നായി കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യണം കേട്ടോ. ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നൂഡിൽസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് ക്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടിയാത്തതുണ്ടെങ്കിൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതെല്ലാം ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൂഡിൽസ് ബേൽ റെസിപ്പി. വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി സ്നാക്കാണ്. ബേൽപൂരിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സെയിം ഫീൽ തന്നെയാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ നൂഡിൽസൊക്കെ നമ്മളെല്ലാവരും കഴിക്കുന്നതല്ലേ, അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. See you with another one. Until then, take care. Assalamu alaikum.